ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ വസ്തു ആവുമ്പോ നമ്മള് രണ്ടുപേരും മാത്രമല്ലല്ലോ അവകാശികള്. വസന്തേച്ചിയും വന്ദനേച്ചിയൊക്കെ ഇല്ലേ? വസന്തയ്ക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കാശ് കൊടുത്ത് ഒതുക്കാം. പിന്നെ വന്ദന ചുരുങ്ങിയതേ ഒരു 10-15 കൊല്ലെങ്കിലും അവൾ അകത്ത് കിടക്കേണ്ടി വരും. അവകാശം ചോദിച്ചു വരാനൊന്നും അവൾക്ക് നേരം കിട്ടിയെന്ന് പോലും വരില്ല. ഇതേതാ ഈ സ്ഥലം? ഇതൊരു വർക്ക്ഷോപ്പ് അല്ലേ? എന്തിനാ ഈ രാത്രി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കാര്യമുണ്ടടാ. കാര്യമൊക്കെ പിന്നെ പറയാം. എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യം എന്തായി? സ്വന്തം സഹോദരനെ കണ്ടപ്പോ കാശിന്റെ കാര്യം മാത്രമേ നിനക്ക് ഓർമ്മ വന്നുള്ളൂ? ഏട്ടനെ കണ്ടല്ല അനിയനും പഠിക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാരുടെയും വന്ദനേച്ചിയുടെയും കാര്യം വന്നപ്പോ ചേട്ടന് പണം തന്നെ ആയിരുന്നല്ലോ മുഖ്യം, അല്ലാതെ രക്തബന്ധമൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ ശരിയല്ലേ? ജയിലിലായ സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു. ഏട്ടൻ എന്തെങ്കിലും ചെയ്തോ? ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയോ? വന്ദനയെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരായ ജഗനും കുറുപ്പ് സാറൊക്കെ ഉണ്ട്. എന്റെ അവസ്ഥ അതല്ലല്ലോ. വന്ദനയെ സഹായിക്കാൻ പോയി കേസിലെങ്ങാൻ അകപ്പെട്ടു പോയാല് അകത്ത് കിടക്കാനേ പറ്റൂ. സഹായിക്കാനേ ഒരു പട്ടിയും വരില്ല. സ്വന്തം ഭാര്യയായ ഹരിതയുടെ കാര്യത്തില് നിനക്കൊരു വേവലാതിയുടെ ആവശ്യമില്ല. പക്ഷേ സുചിത്രയെയും ഗോകുലിനെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അങ്ങനെ കുറെ പല ന്യായങ്ങളും ഏട്ടന് പറയാൻ കാണും. അതൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യമാണ് എനിക്കറിയേണ്ടത്. അത് പറയാനടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി തന്നെ. അമ്മയുടെ കോവിലകത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശം ചോദിച്ചു വാങ്ങാൻ അശോക് വർമ്മയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. എന്നിട്ട് ഒരു വിധത്തിലെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അവകാശം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ തട്ടിക്കളയുന്ന അയാളുടെ ഭീഷണി. അയാൾ അങ്ങനെ പറഞ്ഞു. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാന കാര്യ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് നിനക്കറിയോ? ഇതാരുടെയോ വർക്ക്ഷോപ്പ് അല്ലേ? ആരുടെയോ വർക്ക്ഷോപ്പല്ല, നമ്മുടെ അച്ഛന്റെ സ്വന്തം വർക്ക്ഷോപ്പാ. അച്ഛന്റെ സ്വന്തം വർക്ക്ഷോപ്പോ? അതേടാ. ഈ വർക്ക്ഷോപ്പും സ്ഥലവും വർഗീസ് എന്ന പേരുള്ള ഒരാളുടെ വകയില. അയാള് പാപ്പരടിച്ചപ്പോ വർക്ക്ഷോപ്പ് അങ്ങോട്ട് പൂട്ടി. ഈ പറമ്പൊക്കെ വിൽക്കാനിട്ടൊക്കെ ആയിരുന്നു. അച്ഛന്റെ കൂട്ടുകാരനായ സോമൻ വെറും നക്കാപ്പിച്ചയ്ക്ക് അച്ഛന്റെ പേരിൽ വ്യവസ്ഥ ചെയ്തു കൊടുത്തു. അതിന് പണം വർഗീസിനാര് കൊടുത്തു? സോമൻ. തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥയിലാ സോമൻ അച്ഛന് പണം കൊടുത്തിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നിയമപ്രകാരം ഈ വസ്തു അച്ഛന്റെ പേരിലായില്ലേ? അതുകൊണ്ട് വയസ്സുകാലത്തെ നമ്മുടെ അച്ഛനമ്മമാർക്കോ എന്തിനാ സ്വന്തം പേരിൽ ഭൂമിയും വർക്ക്ഷോപ്പും പണിയെടുക്കലൊക്കെ? അവര് വിശ്രമിക്കേണ്ട സമയല്ലടാ. അത് ശരിയാ. എങ്ങനെയും അച്ഛനെ വശീകരിച്ചെടുത്ത് ഈ വസ്തു നമുക്ക് നമ്മുടെ പേരിലാക്കി എടുക്കണം. ഏട്ടാ, അതിന് അച്ഛൻ സമ്മതിക്കുവോ? ശുദ്ധഗതിക്കാരനായ അച്ഛനെ പാട്ടിലാക്കി ലക്ഷങ്ങൾ നേടിയെടുത്തവരല്ലടാ നമ്മള്. അതുപോലെ ഇതും നമ്മൾ തട്ടിയെടുക്കും. നീയേ എനിക്കൊപ്പം നിന്നാ മതി. എന്താ നീ ആലോചിക്കുന്നത്? അല്ല, അച്ഛന്റെ വസ്തു ആവുമ്പോ നമ്മള് രണ്ടുപേരും മാത്രമല്ലല്ലോ അവകാശികള്. വസന്തേച്ചിയും വന്ദനേച്ചിയൊക്കെ ഇല്ലേ? വസന്തയ്ക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കാശ് കൊടുത്ത് ഒതുക്കാം. പിന്നെ വന്ദന ചുരുങ്ങിയതേ ഒരു 10-15 കൊല്ലെങ്കിലും അവൾ അകത്ത് കിടക്കേണ്ടി വരും. അവകാശം ചോദിച്ചു വരാനൊന്നും അവൾക്ക് നേരം കിട്ടിയെന്ന് പോലും വരില്ല. അപ്പോ നമ്മൾ 3 അവകാശികളെ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഈ വസ്തുവിന് ഭാവിയിൽ നല്ല തുകയും കിട്ടും. പക്ഷെ പ്രാക്ടിക്കൽ ആവുന്ന കാര്യം അത് ഞാൻ ഏറ്റടാ. നമ്പർ 8. അവന് ഞാൻ കൊടുക്കാനുള്ള കാശിന്റെ കാര്യം തൽക്കാലം അവൻ വിട്ടിരിക്കുന്നു. ആശ്വാസം. മോളെ, നിന്റെ ആരായി വിക്രം സാറ്?
സാറും നീയുമായിട്ട് എന്താ ബന്ധം? അധോലോക നായകനായ വിക്രം നാർക്കോട്ടിക് ബിസിനസ് നടത്തുന്ന മാഫിയ തലവൻ. നീ വിക്രം സാറിന്റെ ഏജന്റ് ആണല്ലേ? വിക്രം സാർ നിന്നെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. മാടത്തെ, നീ സൂക്ഷിച്ചോ. വന്ദനയെ വിക്രം സാറ് പുറത്തിറക്കും. ഇവിടെ നടന്ന കാര്യങ്ങൾ വന്ദന വിക്രം സാറിനോട് പറഞ്ഞ മാടത്തയുടെ അവസാനമായിരിക്കും. മോൾ ഈ ചേച്ചിയോട് ക്ഷമിക്കണം. വിക്രം സാറിന്റെ ആളാണ് നീയെന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിന്റെ കാല് പിടിക്കാം. വിട്. ഞാൻ കരുതിയതിനേക്കാളും വലിയ ആളാ വിക്രം. എന്റെ വർഷയുടെ മരണത്തിന് പിന്നിലും വിക്രം തന്നെയാണെന്ന് ഉറപ്പാണ്. ആ വിക്രമായിട്ടാ ജഗനെ പങ്കുകച്ചവടം. ജഗനെ വിക്രം ചതിക്കും. പാടില്ല. ജഗനെ വിക്രമുമായി പങ്കുകച്ചവടം നടത്താൻ അനുവദിക്കരുത്. മോളെ ദാ പാല് കുടിക്ക്. വേണ്ട, എനിക്ക് വന്ദനമ്മയെ കാണണം. നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ദനമ്മയെ കാണുന്ന എന്തിനാ ഇത്ര നിർബന്ധം? മോളെന്തോ കണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ. വന്ദനമ്മയെ പോലീസുകാരടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ആഹാ, അതാണോ? സ്വപ്നം കണ്ടതല്ലേ? മോളത് കാര്യാക്കണ്ട. ദാ മോളി പാല് കുടിച്ചേ. വേണ്ട. നോക്കു മോളെ, നല്ല ഒന്നാന്തരം പശുവിൻ പാലാ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കാച്ചിയതാ. പാകത്തിനെ മധുരം ചേർത്തിട്ടുണ്ട്. പൊന്നു മോളല്ലേ, ഇത് കുടിച്ചേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ദേ കൊച്ചേ, നിന്റെ താളത്തിന് തുള്ളാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് അടുക്കള പിടിപത് പണിയുള്ളതാ. നിന്നെ പാല് കൂട്ടിയിട്ട് വേണം എനിക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ. ഈ പാല് കുടിച്ചേ അങ്ങോട്ട്. നിനക്ക് പാല് വേണ്ടേ? വേണ്ട. അതെ, പാഴി പോണതും പശുവിൻ വയറ്റിൽ പോണോന്നാ പറയുന്നത്. മോന്തേ വീർപ്പിച്ചിരുന്നാലേ പട്ടിണി കിടന്ന് കൊട തൊട്ടത്തേ ഉള്ളു. പറഞ്ഞേക്കാം. മാനത്തെ കൊട്ടാരം